ഹലോ സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ടോപ്പിക്സ് ആണ്. നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് റെഗുലേഷനിലെ തേർഡ് ചാപ്റ്ററിലെ ഒരു സെക്കൻഡ് ഹാഫ് മുതലുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കുഞ്ഞു കുഞ്ഞു ടോപ്പിക് ആണെങ്കിൽ കൂടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, വാട്ട് ഈസ് ആക്ച്വലി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിയർപ്പ് അല്ലേ? അപ്പോൾ നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അവർ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ എംപ്ലോയീസ്, ഡയറക്ടേഴ്സ് ഒക്കെ. അപ്പോൾ ഈ എംപ്ലോയീസിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ടൈം, എഫേർട്ട്, അവരുടെ എക്സ്പെർട്ടൈസിനൊക്കെ പകരമായിട്ട് കമ്പനി അവർക്ക് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ ആണ് ആക്ച്വലി സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ ഫോം ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരൊന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ എഫേർട്ടിനൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു ഫോം ഓഫ് കോമ്പൻസേഷൻ ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക ഒന്നല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ്, അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണ് ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യുക. So basically സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ these are issued by the company to its employees or directors at a discount or for consideration other than cash for their know-how, intellectual property or value addition. Okay, അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഇനി എന്തിനാണ് കമ്പനി ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനും ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഒരു കോമ്പൻസേഷൻ ആയിട്ട്, അതായത് എംപ്ലോയീസും ഡയറക്ടേഴ്സും ഒക്കെ കമ്പനിക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിന് പകരമായിട്ട് ഉള്ളൊരു കോമ്പൻസേഷൻ ആയിട്ടാണ് കമ്പനി ഈ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇവർക്ക് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേമാണ് ബോണസ് ഷെയർസ്. വാട്ട് ഈസ് ബോണസ് ഷെയർസ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും ബോണസ് ഷെയർസ്. എന്താണ് ആക്ച്വലി ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? ഈ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി അഡീഷണൽ ഷെയർസ് ഗിവൺ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഷെയർസ് ദേ ഓൾറെഡി ഓൺ. അപ്പോൾ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന അഡീഷണൽ ഷെയർസ് ആണ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന ഒരു അഡീഷണൽ ഷെയർസ് ആണ് ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് ഈ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഇഷ്യൂ ചെയ്യുക. ഈ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്രം കമ്പനി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ബോണസ് ഷെയർസ് ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നത്, ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം? കമ്പനി എന്ത് കൊടുക്കണം? എന്തായാലും ഡിവിഡൻഡ് കൊടുക്കണം അല്ലേ? ക്യാഷ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നതിന് പകരം കമ്പനി എന്ത് കൊടുക്കും? ഷെയർസ് ഇഷ്യൂ ചെയ്യും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് അവരെ സംബന്ധിച്ച് ഒരു ഇൻസെൻറ്റീവ് ആണ്. ഓക്കെ, കാരണം അവർക്ക് എക്സ്ട്രാ ഷെയർ കിട്ടുകയാണ് കമ്പനിയിൽ. കമ്പനീനെ സംബന്ധിച്ച് എന്താ, അവരുടെ ക്യാഷ് കൊടുക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഷെയർ ഹോൾഡേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കമ്പനീൻ്റെ ക്യാപിറ്റൽ ഫണ്ടിങ് അവിടെ എന്ത് ചെയ്യും? നിലനിൽക്കും, അല്ലെങ്കിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇതാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അഡീഷണൽ ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ടേം ആണ് റൈറ്റ് ഷെയർസ്. ഓക്കെ, റൈറ്റ് ഇഷ്യൂ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ആക്ച്വലി റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? റൈറ്റ് ഷെയർസ് ആർ ഓഫേർഡ് ടു existing shareholders at a predetermined price in proportion to their current holding. അപ്പോൾ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ these are the shares issued to existing shareholders. ഓക്കെ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയർസ് ആണ് എന്ത്? റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ വിചാരിക്കും ബോണസ് ഷെയർസ് തന്നെയാണല്ലോ എക്സിസ്റ്റിംഗ് ഷെയർസിന് തന്നെയാണല്ലോ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണല്ലോ കൊടുക്കുന്നതെന്ന്. അതെ, ബോണസ് ഷെയർസ് ആയാലും റൈറ്റ് ഷെയർസ് ആയാലും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണ് കൊടുക്കുന്നത്. ഡിഫറെൻ്റ് എന്താന്ന് വെച്ചാൽ ബോണസ് ഷെയർസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ഒരു ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിവാർഡ് ആയിട്ടാണ് ബോണസ് ഷെയർസ് കൊടുക്കുന്നത്. ബട്ട് റൈറ്റ് ഷെയർസ് കൊടുക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടല്ല, ഒരു ഡിസ്കൗണ്ട് റേറ്റിലാണ് റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിവാർഡായി കൊടുക്കുന്നതല്ല, പകരം കമ്പനിക്ക് എക്സ്ട്രാ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദിസ് ഈസ് എ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഷെയർസ്.
ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഒരു പെയ്ഡ് ഷെയർസ് ആണ്. ഓക്കെ, ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഇൻസെന്റീവ് രൂപത്തിൽ കൊടുക്കുന്നതാണെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഒരു പെയ്ഡ് ഷെയർസ് ആണ്. കമ്പനിക്ക് ഫ്രഷ് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ, കമ്പനിക്ക് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആണ് റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദി നെക്സ്റ്റ് ടേം ആണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി. വാട്ട് ഈസ് ആക്ച്വലി ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി? ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ ഷെയർസ് ഏതെങ്കിലും ഒരു റിക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? BSE ആൻഡ് NSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു കമ്പനീൻ്റെ ഷെയർസ് രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, then next term ആണ് forfeiture of shares. What is actually forfeiture of shares? ഇപ്പോൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക ഡിഫറെൻറ്റ് ഘട്ടത്തിലൂടെയാണ്. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഫേസിലൂടെയാണ് ഒരു ഷെയറിൻ്റെ ഫുൾ എമൗണ്ട് ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയർ ഹോൾഡർ ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പേയ്മെന്റ് നടത്തിയിട്ടില്ലെങ്കിൽ, മേ ബി ഒരു ഷെയർ ഹോൾഡർ അലോട്ട്മെന്റ് മണി പേയ്മെന്റ് നടത്തിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ പേയ്മെന്റ് നടത്തിയില്ല, സെക്കൻഡ് കോൾ പേയ്മെന്റ് നടത്തിയില്ല, ഫൈനൽ കോൾ പേയ്മെന്റ് നടത്തിയില്ല, അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസിൽ ഒരു നോൺ പേയ്മെന്റ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ ദ കമ്പനി ഹാസ് ദി റൈറ്റ് ടു ക്യാൻസൽ ദോസ് ഷെയർസ്. കമ്പനിക്ക് ആ ഷെയർ ഹോൾഡേഴ്സിന്റെ ഷെയർസ് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ഏതൊരു ഷെയറിന്റെ മുകളിലാണോ ഷെയർ ഹോൾഡർക്ക് പേയ്മെന്റ് നടത്താൻ പറ്റാതിരുന്നത്, ആ ഷെയർസ് കമ്പനി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയറിന്റെ മുകളിൽ എന്തില്ല? റൈറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ്, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഏതെങ്കിലും നോൺ പേയ്മെന്റ് നടത്താതിരുന്നാൽ, ഷെയറിന്റെ മുകളിൽ ഏതെങ്കിലും നോൺ പേയ്മെന്റ് നടത്താതിരുന്നാൽ ആ ഒരു ഷെയർ കമ്പനി ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് forfeiture of shares. Okay, then next one ആണ് surrender of shares. What is surrender of shares? ഇപ്പോൾ forfeiture of shares എന്ന് പറയുന്നത് കമ്പനീൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ആക്ഷൻ ആണ്, അല്ലേ? ബട്ട് surrender of shares എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ തന്നെ വോളണ്ടറിലി ഷെയർസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സറണ്ടർ ഓഫ് ഷെയർസ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കണം. ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആക്ഷൻ ടേക്കൺ ബൈ ദി കമ്പനി. അത് കമ്പനി എടുക്കുന്ന ഒരു ആക്ഷനാണ്. ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരു ഡിഫോൾട്ട് വന്നപ്പോൾ കമ്പനി എടുത്തൊരു ആക്ഷനാണ് ഫോർഫീച്ചർ എന്ന് പറഞ്ഞാൽ. ബട്ട് സറണ്ടർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് സ്വമേധയാ വോളണ്ടറിലി ആ ഷെയർ ഹോൾഡറിന്റെ ഷെയർസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ഇൻ കേസ് സിമിലർ ടു ഫോർഫീച്ചർ ആൻഡ് മസ്റ്റ് ബി ആക്സെപ്റ്റഡ് ബൈ ദി കമ്പനി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ഷെയർ സർട്ടിഫിക്കറ്റ്. വാട്ട് ഈസ് ഷെയർ സർട്ടിഫിക്കറ്റ്? ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിലെ ഷെയർ മേടിച്ചു. ഓക്കെ, ഞാനിപ്പോൾ ഒരു കമ്പനിയിലെ ഷെയറിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു എവിഡൻസ് ഓഫ് ഓണർഷിപ്പ് അവിടെ വേണം, അല്ല? അതായത് ഞാൻ ഈ കമ്പനിയിലെ ഷെയർ ഹോൾഡർ ആണ്, ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്ര ഷെയർസ് ഇത്ര രൂപയ്ക്ക് ഈ കമ്പനിയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ള ഒരു എവിഡൻസ് എനിക്ക് വേണം, ലീഗൽ എവിഡൻസ് എനിക്ക് വേണം. അതിനെ പറയുന്നതാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ് ദാറ്റ് ഈസ് സെർവേഴ്സ് ആൻ എവിഡൻസ് ഓഫ് ഓണർഷിപ്പ് ഓഫ് എ സ്പെസിഫിക് നമ്പർ ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി. ഇപ്പം എനിക്ക് തരുന്ന ഷെയർ സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എൻ്റെ പേരുണ്ടായിരിക്കും, ഞാൻ എത്ര ഷെയർസ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഷെയർ സർട്ടിഫിക്കറ്റ് നമ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് നത്തിങ്, ഇറ്റ്സ് എ ലീഗൽ ഡോക്യുമെന്റ്. ഓക്കെ, ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ